ഈ മരണത്തിനകത്ത് ഒരു പ്രത്യേകത ഒന്നുകൂടുണ്ട്. ഒരു സൂയിസൈഡ് നോട്ടോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല. ആരോടും പറഞ്ഞിട്ടുമില്ല എന്തുകൊണ്ടാണ് മരിക്കുന്നതെന്ന്. ഈ കണ്ടും കേട്ടിരുന്നവരെല്ലാവരും ഒരു വീഡിയോ കാരണമാണ് എന്ന് പറയുന്നുണ്ട്. എന്നാൽ ഈ വീഡിയോ പബ്ലിഷ് ആയി നിൽക്കുന്ന സമയത്ത് അയാളുടെ ഒരു സേഫ് സോണിലാണ് ഇരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ അയാളുടെ വീട്ടിലാണ്, അയാളുടെ സുഹൃത്തുക്കളോട് സംസാരിക്കാൻ പറ്റുന്ന അവസ്ഥയിലാണ്. അത്ര മണിക്കൂറെ കഴിഞ്ഞിട്ടുള്ളൂ. ഇതിൻ്റെ റിസൾട്ട് ഒന്നും കൃത്യമായിട്ട് അറിഞ്ഞു വന്നിട്ടില്ല. അയാൾക്ക് നാട്ടുകാർ ശരിയാണ്, ഈ നാളെ കേസ് ഫേസ് ചെയ്യേണ്ടി വരും, വീഡിയോയിൽ വരും, നാണം കിടും, നാട്ടുകാരെല്ലാം ഇങ്ങനെ അയാളെ മനസ്സിലാക്കും എന്നൊരു തോന്നൽ അയാൾക്കുണ്ടാകുന്നത് അയാളത് ചെയ്തിട്ടുള്ളത് കൊണ്ടാവാനാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ പൂർണ്ണം 100% ചെയ്തിട്ടില്ല ഒരാൾക്കും അങ്ങനെ. അങ്ങ് എത്ര പാവമാണെങ്കിലും ചിലപ്പോൾ അയാൾ സമ്മതിക്കത്തില്ല, ഒരിടത്തും സമ്മതിക്കത്തില്ല. പിന്നത്തെ സീൻ എന്താണെന്ന് ചോദിച്ചാൽ, ഈ വീട്ടിലിപ്പോൾ എന്താ നടന്നത്? ഈ പറയുന്ന ആളുടെ അമ്മ അച്ഛനും അവിടെ ഉണ്ട്. ഭാര്യ സെപ്പറേറ്റഡ് ആണെന്നോ ഡിവോഴ്സ് ആണെന്നോ അവിടെ ഇല്ലെന്നോ എന്തൊക്കെയോ പ്രശ്നങ്ങളാണെന്നൊക്കെ പറയുന്നുണ്ട്. ആ പ്രശ്നങ്ങൾ എന്തുകൊണ്ടുണ്ടായതാണെന്ന് ചെക്ക് ചെയ്താൽ ഈ അവസാന സമയത്ത് ഇടപെട്ടേക്കുന്ന കുറച്ച് പേരുണ്ട് ഇവിടെ. അതിൽ അവൻ്റെ അമ്മയുണ്ട്, അച്ഛനുണ്ട്. അവരെന്താണ് ഈ കാര്യത്തിൽ ഇടപെട്ടിട്ടുണ്ട്. ഞാൻ ആദ്യം തൊട്ടേ പറയുന്നില്ല, ഇയാളുടെ ഫാമിലി സപ്പോർട്ട്, സോഷ്യൽ സപ്പോർട്ട് സിസ്റ്റംസ് ഒക്കെ വളരെ വീക്കാണ്. ഇയാളെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ സൂയിസൈഡ് നോട്ടിൻ്റെ കാര്യം പറയാനുണ്ടായ കാരണം. ഷിംജിതയോടാണ് അയാൾക്ക് തീർത്തും പ്രശ്നമെന്ന് വിചാരിക്കുക. ഷിംജിത അയാൾക്ക് എന്തെങ്കിലും തരത്തിൽ ഉപദ്രവിക്കണമെന്നോ അല്ല ഷിംജിതയാണ് ഇതിൻ്റെ കാരണക്കാരി എന്നുണ്ടെങ്കിൽ അയാളൊരു യാതൊരു ബന്ധമില്ലാത്ത ഒരാളായതുകൊണ്ട് ചിലപ്പോൾ എന്തെങ്കിലും എവിടെയെങ്കിലും പറയുകയോ എഴുതുകയോ ചെയ്യാനുള്ള സാധ്യതകൾ കൂടുതലാണ്. ഒന്ന് ആലോചിച്ച് നോക്കണം. എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. നിങ്ങളുടെ തോന്നൽ എനിക്ക് എന്താ നടത്തില്ല. ഉറപ്പായിട്ട് ചെയ്യേണ്ടി വരും. അല്ല എവിടെയെങ്കിലും ഒരു കാര്യം ആളുടെ കൂട്ടുകാരോട് പറഞ്ഞിരിക്കുന്നത്, ആ വീഡിയോ അവൾ കാരണം, അവൾ ഒറ്റ കാരണമാണ്, എഴുതി വെക്കും, ഷിംജിത നിനക്ക് അങ്ങനെ ആക്കിയില്ല, ഞാൻ തെറ്റുകാരനാണെങ്കിലും ഇല്ലെങ്കിലും എന്നൊക്കെ പറഞ്ഞ് എന്തെങ്കിലുമൊക്കെ എഴുതി വെക്കാം. പക്ഷേ ഇയാൾ ആ നോട്ട് എഴുതിയിട്ടില്ല, അല്ലെ ഇത് ഇന്നടത്തോട്ടൊന്നും പോയിന്റ് ചെയ്തിട്ടില്ല. അതിനർത്ഥം അവിടെ മാത്രമല്ല വേറൊരു പ്രശ്നം ഇതിനകത്തുള്ളതിൽ അയാൾക്ക് സ്നേഹമുള്ള ആൾക്കാരുണ്ട്. ആ സ്നേഹമുള്ള ആൾക്കാരെ മെൻഷൻ ചെയ്യാതെ അയാൾ മരിച്ചിട്ടുണ്ട്. അതാണ് അതിൻ്റെ ഒരു കാരണം. ഞാൻ പറഞ്ഞല്ലോ, ഒരിക്കലും ഒരു മകൻ മരിച്ച വിഷമത്തിൽ ഒരമ്മ കരയുന്നതും ആ സെൻറ്റിമെൻസോ ഇമോഷൻസോ വെച്ചുകൊണ്ടൊന്നും ഒരു കാരണവശാലും അതിന് തൊട്ട് മുമ്പ് വേണം സംഭവം എന്തായിരിക്കും നമുക്കൊന്ന് അങ്ങനെ അനലൈസ് ചെയ്യരുത് ആരും. മരണം കഴിഞ്ഞാൽ മരണം കഴിഞ്ഞ പോലെ. മരണത്തിന് മുമ്പ് ജീവിച്ചിരിക്കുന്ന ഒരാളോട് എങ്ങനെയായിരിക്കും ഇവരൊക്കെ ഇടപെട്ടതെന്നോ അല്ലെ കുറ്റപ്പെടുത്തിയിട്ടുണ്ടോയെന്നോ അല്ലെങ്കിൽ ഭയങ്കര സപ്പോർട്ടാണോ കൊടുത്തതെന്നോ എന്നൊന്നും നമുക്കറിയത്തില്ല. അയാളുടെ ജീവിതത്തിൽ ഇത്രയും ദിവസങ്ങൾ ഈ ഭാര്യയായിട്ട് മാറി താമസിക്കേണ്ട ആവശ്യങ്ങൾ എന്തൊക്കെ, അവിടേക്ക് ആരാണ് ഇയാളെ ടോർച്ചർ ചെയ്തത്, അവിടേക്ക് ആരാണ് ഇയാളെ ബുദ്ധിമുട്ടിച്ചത്, ഇതെല്ലാം കൂടെ കാരണമായിരിക്കത്തില്ലേ ഇദ്ദേഹം ഇങ്ങനെയൊരു സംഭവം ഉണ്ടാകുമ്പോൾ. ഇത് വലിയ സംഭവമല്ല. ഒന്നാമത് ഇങ്ങനത്തെ സംഭവങ്ങൾ സർവ്വസാധാരണ നടന്നുകൊണ്ടിരിക്കുന്നു. ഇയാൾ പിടിക്കപ്പെട്ടു എന്ന പോലത്തെ ഒരു ധാരണ അയാൾക്ക് വീഡിയോ കണ്ടപ്പോൾ തോന്നിയിട്ടുണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് എനിക്ക് നല്ലപോലെ തോന്നുന്നുണ്ട്. കാരണം അറിഞ്ഞുകൊണ്ടാണ് തട്ടിയത് എന്ന് അയാൾക്ക് നല്ല ബോധമുണ്ടെങ്കിൽ ഈ വീഡിയോ കാണുമ്പോൾ അയാൾ ആര് പറഞ്ഞാലും, ഇനിയിപ്പോൾ നിങ്ങൾ ഏത് വിദഗ്ധൻ ചെന്ന് പറഞ്ഞാലും അയാൾ പറയും, അയാൾക്ക് വേണേൽ പറ്റിച്ച് നിൽക്കാൻ പറ്റുമായിരിക്കും അറിയാത്ത പോലെയൊക്കെ. പക്ഷേ അയാളുടെ ഉള്ളിൽ പറയുന്നത് എന്താണ്, അയാളെ തട്ടിയ സീൻ അയാൾ കാണുന്നത്. അയാൾ എങ്ങനെയാണോ തട്ടിയത്, ആ കൈ ഇവിടെ വരെ എടുത്തത് എന്തിനാണോ, ഇങ്ങനെ നോക്കിയത് എങ്ങോട്ടാണോ, തട്ടിയപ്പോൾ കൊണ്ടത് എന്താണോ, അതെല്ലാം അയാൾക്ക് കറക്റ്റായിട്ട് സെൻസ് ചെയ്യും. മനസ്സിലായോ? നമ്മൾ ഈ കാണുന്ന പോലല്ല. കുറ്റവാളിയാണെങ്കിലും കൊള്ളാം, അല്ലെങ്കിലും ആൾക്കാർ കാണുന്ന രീതി നിങ്ങൾ ശ്രദ്ധിച്ചു നോക്ക്. ആ മനുഷ്യന് ഉറപ്പാ അയാൾ ചെയ്തിട്ടില്ലെന്ന് വീഡിയോ കാണുമ്പോൾ. ആണോ? അങ്ങനെ ഉണ്ടെങ്കിൽ പിന്നെയും പ്രശ്നമുണ്ട്. അങ്ങനെ ഒരാളെ സപ്പോർട്ട് ചെയ്യേണ്ടവരാരാണ്, അല്ലെ അങ്ങനെ ഒരാളെ എതിർക്കേണ്ടവരാരാണ്? ഇതൊക്കെ സംഭവിച്ചേക്കുന്നത് അയാളുടെ ചുറ്റുപാടിൽ നിന്നല്ലേ. അയാളുടെ പേരൻസും അയാളുടെ ഫാമിലി, അയാളുടെ സുഹൃത്തുക്കളെ, നെയ്ബേഴ്സ്, ഇവർ ആ കുറച്ച് സമയങ്ങളിൽ ഇവർ സംസാരിച്ചിട്ടുണ്ട്. പലരും ഇയാൾ ഫോൺ ചെയ്തിട്ടുണ്ട്, ഇയാളെ കുറേ പേര് വിളിച്ചിട്ടുണ്ടാവും. അവരൊക്കെ എന്തായിരിക്കും പറഞ്ഞിട്ടുള്ളത്? ഇയാളെ വിളിച്ചിട്ടുള്ള കോളേജ് എടുത്ത് കഴിഞ്ഞാൽ വളരെ കുറച്ച് നടത്തില്ല. ഇയാൾ അങ്ങനെ അറിയപ്പെടുന്ന ആളൊന്നും ആയിരിക്കത്തില്ല. അയാൾ ഒരു ഇൻട്രോവേർട്ട് പോലത്തെ ഒരാളാണ്, ഭയങ്കര ഡിപ്രസ്ഡ് ആണെന്ന് പറയുന്നുണ്ട്. അയാൾ അധികം ആൾക്കാരായിട്ട് ഇടപെടുന്നില്ല, ഫ്രണ്ട് സർക്കിളൊക്കെ കുറവായിരിക്കാം. പക്ഷേ അപ്പോഴും ഒന്ന് ആലോചിക്കണം, ആ സംഭവത്തിൽ ഏറ്റവും കൂടുതൽ ഇടപെട്ടത് അവരുടെ പേരൻസ് ആയിരിക്കും. ആ അമ്മ അതിനകത്ത് എന്തായിരിക്കും അവരുടെ റോളെന്ന് നമുക്ക് അറിയത്തില്ല. ഇത് അറിഞ്ഞ് കഴിഞ്ഞപ്പോൾ അവർ കിടന്ന് ഒത്തിരി കരഞ്ഞു, ഇതുപോലെ തന്നെ കരഞ്ഞ് കാണും, ഇനി എന്ത് ചെയ്യും എന്നുള്ള ആവലാതികളൊക്കെ ഉണ്ടാക്കി കാണും. ആ സപ്പോർട്ട് സിസ്റ്റം കുറച്ച് വീക്കായി പോയെന്ന് എനിക്കൊരു സംശയമുണ്ട്. എന്താ അങ്ങനെ പറയാൻ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, പറ്റിയതോ പറ്റി, ഇനി രക്ഷപ്പെടുത്തേണ്ട ആളുകൾ, അയാളോടൊപ്പം നിൽക്കേണ്ട ആളുകൾ, ഇനി മുന്നോട്ട് അല്ലേ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ എന്തൊക്കെ നടക്കും, ആരൊക്കെ അയാളോട് കാണും, ആരും ഇല്ലാതായി പോയോ, ആരും അയാളെ അങ്ങനെ സപ്പോർട്ട് ചെയ്തില്ലേ? അയാളുടെ മറ്റു പ്രശ്നങ്ങളിൽ, ഈ പറഞ്ഞ കുടുംബ പ്രശ്നങ്ങളെല്ലാം ഈ ഒരു സാധനത്തെ കൊണ്ട് അയാളും തട്ടി മുട്ടി എന്ന് പറയുമ്പോൾ, അത് ഒരു പെണ്ണ് റീച്ച് ഉണ്ടാക്കാൻ വേണ്ടി ചെയ്താണെന്ന് വിചാരിക്കുക. റീച്ച് ഉണ്ടാക്കാൻ വേണ്ടി ചെയ്തതാണെന്ന് മനസ്സിലായാൽ പോലും ആൾക്കാർ സപ്പോർട്ട് ചെയ്യാത്ത ആൾക്കാരാണ് അയാളുടെ ചുറ്റുമുള്ളത്. അതിന് മുമ്പ് അയാളോട് സംസാരിച്ചാണ്ട് പറഞ്ഞിട്ടുണ്ടാകുന്ന ആ പെണ്ണിനെതിരെ ആണ് എല്ലാവരും സംസാരിക്കുന്നത്, അവൾ റീച്ച് ഉണ്ടാക്കാൻ വേണ്ടി ചെയ്തതാണ്. അത് അയാൾ കേട്ടില്ലേ? അയാൾ അറിഞ്ഞില്ലേ? അത് അയാൾ അറിഞ്ഞിട്ടുണ്ട്, ആരോ പറയുന്നുണ്ടാകുന്നു. അത് അങ്ങനെയാണെന്ന് അയാളോട് പറഞ്ഞ അയാൾ വിശ്വസിക്കാത്ത എന്തുകൊണ്ടാണ്? അപ്പം അയാൾക്ക് മനസ്സിലായി, ശരിയായിരിക്കും അല്ലേ, അവൾ റീച്ച് ഉണ്ടാക്കാനാണ് ചെയ്തിരിക്കുന്നത്. അപ്പം എന്ത് ചെയ്യണം? ആത്മഹത്യ. എവിടെ അങ്ങനെയാണോ ചെയ്യുന്നത്? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അതിന് റിയാക്ട് ചെയ്യും. അയാൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ക്ലൂ എങ്കിലും വെക്കും. മരിക്കുന്നതിൻ്റെ കാരണത്തിന് ക്ലൂ ഇല്ല ഇപ്പോഴും. അയാൾ അത് പറഞ്ഞിട്ടേ ഇല്ല, അയാൾ അറിയിച്ചിട്ടില്ല ആരെയും. ആ ദുഃഖം എന്താണെന്നാണ് ഞാൻ അന്വേഷിക്കുന്നത്. അത് ആ സമയത്തുണ്ടായ പെട്ടെന്നുണ്ടായ ഒരു
ഇൻസിഡന്റിന്റെ പുറത്തുള്ള ദുഃഖമാണോ, അതോ കാലാകാലങ്ങളായിട്ടുള്ള അടിഞ്ഞുകൂടി കിടന്ന ദുഃഖത്തിന്റെ ബാക്കി ഇനിയും ദുഃഖിക്കേണ്ടി വരും? മറ്റേ ദുഃഖം ഇവിടെ ഒരു ബ്രേക്ക് ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഇയാളുടെ ക്യാരക്ടറിനും അയാളുടെ സോഷ്യൽ ലൈഫിനും ഫാമിലിയിലുള്ള അയാളുടെ ഇമേജിനും ഒക്കെ ബ്രേക്ക് കൂടെ കിട്ടിക്കഴിഞ്ഞപ്പോൾ ഇനി മുന്നോട്ട് പോകുന്ന സ്ഥലത്ത് മനസ്സിലാവുന്നുണ്ട്, ഓൾറെഡി ഉള്ള സാധനത്തിന്റെ മണ്ടക്കോട്ടൊരു സാധനം കൂടെ വന്നു കഴിഞ്ഞാൽ പിന്നെ അപ്പുറത്തോട്ട് പോകാനേ പറ്റത്തില്ലെന്ന് പറയുന്നുണ്ടെങ്കിൽ ആ അപ്പുറത്തോട്ട് പോകുന്ന ആരുടെ കൂടാണ്? ഫാമിലിയുടെ കൂടാണോ അയാൾക്ക് പോകേണ്ടത്? വൈഫിൻ്റെ കൂടെയാണോ അയാൾക്ക് അയാളുടെ ജീവിതം? സൊസൈറ്റി എന്ന് പറഞ്ഞാൽ ഈ ലോകം മൊത്തം ചീത്ത വിളിച്ചുകൊണ്ടൊന്നും കാര്യമൊന്നുമില്ല. അയാളുടെ ചുറ്റുപാട് മൊത്തത്തിൽ എന്തുകൊണ്ട് അയാൾക്കെതിരാവുന്നു? അയാൾക്ക് ഏത് മനുഷ്യനെതിർത്ത് നിന്നാലും ഭാര്യയും അമ്മയും അച്ഛനും ഒക്കെ ഉള്ള ആളാണ്. അവർ കൂടെ നിന്നാൽ അയാൾ ആത്മഹത്യ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? അത് ഇങ്ങനത്തെ ചീള് കേസാണ്. അത് അയാളെ കുറ്റം പറഞ്ഞ് ആരും പറഞ്ഞിട്ടില്ല. എല്ലാവരും പറഞ്ഞ് ഇവിടെ റീച്ച് ഉണ്ടാക്കാൻ ചെയ്തതാണ്. പക്ഷെ എന്നിട്ട് അത് വിശ്വസിക്കാൻ പറ്റുന്നില്ലെന്ന് മാത്രമല്ല, അവരോടൊന്നും അയാൾക്ക് മുന്നോട്ട് പോകണമെന്ന് എന്തോ ഒരു. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടായ സാധാരണഗതി വീടുകളിൽ എന്താ സംഭവിക്കാറ്? ഒരു മകൻ ഇങ്ങനെ ഒരു കേസ് ഇട്ടിപ്പെട്ടാൽ വീട്ടിലോട്ട് വന്ന് കയറുമ്പോൾ അമ്മയും അച്ഛനൊക്കെ എന്തായിരിക്കും പറയുന്നത്? ഒന്നെങ്കിൽ ചീത്ത വിളിക്കും, നീ എന്ത് പണിയാണ് കാണിച്ചത്, നീ ഇങ്ങനത്തെ പ്രത്യേകം കാണിക്കാനാണ് ഇറങ്ങി പോകുന്നത്, മറ്റാക്കും മറിച്ചാക്കും, നമ്മൾ നീ എങ്ങനെ ജീവിക്കും, ഞങ്ങൾ നീ എങ്ങനെ നാട്ടുകാരുടെ മുഖത്ത് നോക്കും, നിന്റെ ഭാര്യനെ എന്ത് പറയും, അവളോട് ഞാൻ എന്ത് പറയും, അങ്ങനെ പറയും. അല്ല ചിലപ്പോൾ പറയും, എന്താ പ്രശ്നം, ഇനിയിപ്പോൾ എന്ത് ചെയ്യും, ഇത് കേസാവുമോ? ആങ്സൈറ്റി പാർട്ടീസ് ഉണ്ട്, ഈ അഗ്രഷൻ കുറഞ്ഞ അമ്മമാർ. കേസാവോ, നീ എന്ത് ചെയ്യൂടാ, നീ ഒളിച്ചോടെ എവിടെയെങ്കിലും പോയി മാറി നിൽക്കും, നമുക്ക് നോക്കാം, അല്ലെ പോലീസ് വന്ന് പിടിച്ചുകൊണ്ട് പോകുമോ നിന്നെ, അവർ ഉപദ്രവിക്കത്തില്ലേ, അല്ലെങ്കിൽ കേസായി കഴിഞ്ഞാൽ നാട്ടുകാർ വീഡിയോയിലെല്ലാം വരും, എല്ലാവരും കാണും, അറിയും, നമ്മുടെ മാനം പോകുമെന്ന് പറയത്തില്ല അവർ. കുറച്ചുകൂടെ സെൻസിബിൾ ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ നീ എങ്ങനെയും ഒന്ന് രക്ഷപ്പെടും, നീ മാറി നിൽക്കും, ഇവിടെ ഞാനൊന്ന് വിളിക്കട്ടെ, നമ്മുടെ ബന്ധുക്കളെ വിളിച്ച് ചോദിക്കും ഇല്ലേ. എനിക്കിതൊക്കെ അനുഭവമുള്ള അമ്മയല്ലേ ചോദിക്കുന്ന കൂട്ടുകാരാ. അവരെല്ലാം വന്നിട്ട് ഇങ്ങനെ ഒരു കേസ് ഉണ്ടാകുമ്പോൾ എനിക്കൊന്നും സപ്പോർട്ടാണ്. എല്ലാവരും വന്നിട്ട് എന്നോട് പറയടാ മോഹൻലാൽ കേസ് കൊടുത്തേക്ക് എന്തോ അവിടെ എൻ്റെ പോലീസ് സ്റ്റേഷന് മുന്നിൽ ഒരു 10-15 ഫ്രണ്ട്സ്, ഒരു 6-7 കാറും ജീപ്പും ഒക്കെ നിരന്ന് കിടക്കുന്നു, എന്നെ അവിടെ നിന്ന് ഇറക്കിക്കൊണ്ട് പോകുമ്പോൾ റിസീവ് ചെയ്യാനൊക്കെ ആൾക്കാർ. ഇതൊന്നും പിന്നെ വീഡിയോ എടുത്ത് ഷോ കാണിച്ചിട്ടില്ലെന്നേ ഉള്ളൂ. പക്ഷേ അവരൊന്നും അങ്ങനത്തെ ആൾക്കാരല്ല, ഈ വീഡിയോയ്ക്ക് വരാൻ താല്പര്യമില്ല. നമ്മുടെ കൂട്ടുകാരെന്നെ മറ്റേ യൂട്യൂബർമാരുടെ കൂട്ടുകാരല്ല എൻ്റെ കൂട്ടുകാർ. അപ്പോൾ അങ്ങനെയൊക്കെ നിൽക്കുക ആൾക്കാർ എന്നെ രക്ഷപ്പെടുത്തും. ഞാൻ ചെയ്ത് ശരിയോ തെറ്റൊന്നും അവർ അന്വേഷിക്കുന്നൊന്നുമില്ല. മോഹൻലാലിനെ ചീത്ത വിളിച്ചു അറിയത്തില്ല, അവർ വീഡിയോ ഒന്നും കണ്ടിട്ടില്ല, അല്ലെ അത് ചീത്തയാണെന്ന് മനസ്സിലാകുന്നില്ല, ഇവൻ എവിടെ തെറ്റ് ചെയ്യുന്നവർക്ക് മനസ്സിലാകുന്നില്ല. പലരും പറഞ്ഞ് ആവശ്യമില്ലാത്ത കേസ് ഇട്ട് പിടിച്ചുകൊണ്ട് വന്നേക്ക്, ഇവനെ കൊണ്ട് ഒരു രക്ഷയില്ല, ഇവന്നാൽ എങ്ങനെയെങ്കിലും ജാമ്യം എടുക്കണം എന്ന് പറഞ്ഞിട്ട് എന്തോ ഒരാളാണ്. എൻ്റെ കൂട്ടുകാരൻ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് തന്നെ അവിടെ വന്ന് നിന്നേക്കുന്നവർക്ക്. അവരെന്നെ ചീത്ത വിളിക്കുന്നൊക്കെ ഉണ്ട്. ഇവൻ എന്ത് പണിയാണ് കാണിച്ച് പുറത്തു നിന്ന് അവർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അടിയാ, ഓരോ നൊപ്പിച്ചുകൊണ്ട് വന്നോളും, ഇനി അവനോട് നിർത്താൻ പറയണതൊക്കെ എന്നൊക്കെ പറഞ്ഞാൽ പോലും അവരോടുണ്ട്. അതൊരു സീൻ. പിന്നത്തെ സീൻ എന്ന് പറഞ്ഞാൽ ഈ എന്താ പറയുക, വീട്ടിൽ ചെല്ലുന്നു, ഇങ്ങനൊരു സംഭവം ഉണ്ടെന്ന് അറിയുന്നു, അവർ പറയുന്നു നീ ഇവിടെ നിന്ന് പൊക്കോ, ഇനി ഞങ്ങൾക്ക് ബന്ധമില്ല, ഇറങ്ങി പോടാ, ഇറക്കി വിടുന്നു. ഇറക്കി വിട്ടിട്ട് ഇറങ്ങി പോകുന്ന വഴിക്ക് ട്രെയിനിൻ്റെ മുന്നിൽ ചാടുന്നു. ഇത് സ്വന്തം വീട്ടിൽ തന്നെ ഇരുന്ന് ചെയ്യുന്നതിനകത്തുണ്ട് ചെറിയൊരു വ്യത്യാസം. അവരങ്ങനെ ചിന്തിച്ചിട്ട് പോലുമില്ല. മരിക്കുന്നവർ വിചാരിച്ചിട്ടില്ലെന്ന് അവരുടെ ഒരു ഓഡിയോ കോളിൽ പറയുന്നുണ്ട്. തിന്നതിൻ്റെ അതുകൊണ്ട് ഞാൻ പറഞ്ഞതിൻ്റെ ഇതൊന്നും മറന്നൊന്നുമില്ലല്ലോ. ഇവിടെ 2 കഷ്ണം ഇരുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ ഇപ്പോൾ കഴിച്ചിട്ട് കൊണ്ട് വന്നേ ഉള്ളൂ. ഞാൻ ഇങ്ങനെ ഒരു ഇത് കിട്ടിയപ്പോൾ തന്നെ എനിക്ക് അങ്ങ് പറയാനുള്ളവർ അല്ല ഉള്ള കേട്ടോ. ഞാനങ്ങനെ ചിന്തിക്കുന്നവർ അപ്പം പറയുന്നുണ്ട്. ഇത് വെച്ചുകൊണ്ടിരുന്ന് വലിയ അനാലിസിസ് നടത്തിയിട്ടൊന്നും അങ്ങനെ കാര്യമായിട്ട് അല്ലെങ്കിൽ പോലും ഈ പറഞ്ഞ കാര്യങ്ങൾ ശരിയാണെന്നുള്ള ബോധ്യത്തോടുകൂടി തന്നെ ഞാൻ എൻ്റെ സംശയങ്ങളാണ് ഇതൊക്കെ കേട്ടോ. അപ്പോൾ അതൊന്ന് ചിന്തിക്കേണ്ട വിഷയമാണ്. ഷിംജിത എന്ന് പറയുന്ന സ്ഥലത്ത് അവരതൊന്നും ആലോചിച്ചിട്ടില്ല. അവരെന്നിട്ട് അവരുടെ വീഡിയോ ഡിലീറ്റ് ചെയ്യേണ്ടി വന്നു. സൈബർ അറ്റാക്ക് കൂടിയപ്പോൾ അവർ വീഡിയോ ഡിലീറ്റ് ചെയ്തു. സൈബർ അറ്റാക്ക് പേടിച്ച് വീഡിയോ ഡിലീറ്റ് ചെയ്ത ഷിംജിതയെ കോടതിയിൽ പറയുകയാണ് അവർ പുറത്തിറങ്ങി വീണ്ടും വീഡിയോ ഉണ്ടാക്കി സമാനമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കി ആളെ കൊല്ലാൻ സാധ്യതയുണ്ടെന്നും ഇവരെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധ്യതയുണ്ടെന്നും കേസ് കൊടുത്തവരെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധ്യതയുണ്ടെന്നും അവർ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന വേണ്ടി അവർ പേടിച്ചിട്ട് അവരുടെ വീഡിയോ പോലും ഡിലീറ്റ് ചെയ്യുക. ഈ പ്രഷർ കാരണം അത് അവരുടെ വീട്ടിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടാവും. അവരെ ചുറ്റിപ്പറ്റി നിൽക്കുന്നവർ പറഞ്ഞു കാണും. അതുകൊണ്ടാണ്, അല്ലാതെ അവർ കള്ളം കാണിച്ചത് കൊണ്ട് ഒളിച്ചോടാൻ വേണ്ടിയിട്ട് ചെയ്തതല്ല. അയാൾ മരിച്ചു കഴിഞ്ഞപ്പോൾ ഉണ്ടായ സീനുകൾ കണ്ട് പേടിച്ചിട്ടാണ് അവർ ഈ പറഞ്ഞ ഷിംജിത വീഡിയോ ഡിലീറ്റ് ചെയ്യുന്നത്. അല്ലാതെ അവർക്ക് സത്യത്തിൻ്റെ കൂടെ നിൽക്കാതെ അത് കള്ളമാണെന്ന് തോന്നിയിട്ടായിരിക്കത്തില്ല. അവർക്കുണ്ടാക്കിയ അവരിലേക്ക് ഒരു പ്രഷർ വരുന്നുണ്ട്. അപ്പോൾ അവർക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാതെ അവർ ഡിലീറ്റ് ചെയ്യുന്നു. അല്ലാതെ അവൾ റീച്ച് ഉണ്ടാക്കാൻ വേണ്ടി എടുത്ത വീഡിയോ ആയതുകൊണ്ടും അവൻ ഇങ്ങോട്ട് വന്ന് മുട്ടിയത് കൊണ്ടും അല്ല അവർ ആ വീഡിയോ ഡിലീറ്റ് ചെയ്യേണ്ടി വരുന്നത്. അവിടെയും ഒരു പ്രഷർ വർക്ക് ചെയ്യുന്നുണ്ട്. അത് കുറേ പേര് ചെയ്ത് കാണും. അവരെ അറിയാവുന്നവരൊക്കെ വിളിച്ച് പറഞ്ഞാണ്, കൂട്ടുകാരെ വിളിച്ചാണ് ഈ പ്രശ്നമായി നിനക്കെതിരെ വരുന്നത്, നീ മനഃപൂർവ്വം എടുത്താന്ന് പറഞ്ഞാൽ വീഡിയോ ഡിലീറ്റ് ചെയ്യുന്നതാണ് ആദ്യം പറയുന്നത്. അപ്പോൾ ഡിലീറ്റ് ചെയ്യേണ്ട ആവശ്യം ഉണ്ടോ എന്ന് വെച്ചാൽ ഡിലീറ്റ് ചെയ്യാതെ യൂട്യൂബിലാണെങ്കിലും നമ്മൾ പ്രൈവറ്റ് ആക്കി അങ്ങനെയൊക്കെ വെച്ചിട്ട് പിന്നെ എല്ലാ പോലീസൊക്കെ ചോദിക്കുമ്പോൾ കൊടുക്കാനുള്ളതല്ലേ. അങ്ങനെ അതാണ് ഡിലീറ്റ് ചെയ്യുന്നത്. അല്ലാതെ അവൾ കള്ളം പറഞ്ഞുകൊണ്ടല്ല അവൾ ഡിലീറ്റ് ചെയ്യുന്നത്. അതൊക്കെ ഏത് സാമാന്യ ബുദ്ധിയുള്ളവരും മനസ്സിലാവും. അല്ലെങ്കിൽ വീഡിയോ എടുത്ത് ഇതുപോലെ പ്രശ്നം ഉണ്ടാകുമ്പോൾ എന്നോട് വിളിച്ച് പറയാറുണ്ട്, വേഗം ഡിലീറ്റ് ചെയ്യും, പ്രശ്നമായി. ആ ആറെണ്ണൊക്കെ എപ്പോഴും ഡിലീറ്റ് ചെയ്യാറുണ്ട്, ചോദിച്ചു നോക്ക്. അയാൾ ഡിലീറ്റ് ചെയ്യുന്ന കള്ളം പറയുന്നതുകൊണ്ടാണോ സത്യം പറയുന്നതുകൊണ്ടാണോ എന്തുകൊണ്ടാണ് ഡിലീറ്റ് ചെയ്യാൻ ആരെങ്കിലും നിർബന്ധിക്കുന്നു, അത്രേ ഉള്ളൂ. അന്ന് ഒരു ADM
മരിച്ചപ്പോൾ ഒരു ദീപൻ എന്ന് പറഞ്ഞൊരു പാർട്ടിക്കാർ കാരണമാണ് അവരെന്തോ ഇയാളുടെ റിട്ടയർമെൻറ്റ് ഡേയിൽ ആ ചടങ്ങിൽ വന്ന് നിന്ന് അയാൾക്കെതിരെ എന്ത് ആരോപണം ഉന്നയിച്ചുകൊണ്ടാണ് അയാൾ മരിച്ചതെന്ന് പറയുന്ന സാധനം പറഞ്ഞപ്പോൾ ഞാൻ ഇതേ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഈ സൈക്കാട്രി ആണ്, അയാൾക്ക് മുന്നേ എന്തെങ്കിലും പ്രശ്നം കാണും, അല്ലാതെ അവസാനം ഉണ്ടായ ഇൻസിഡൻറ്റ് മാത്രമല്ല ആത്മഹത്യക്കൊക്കെ ഒന്നും കാരണം എന്ന് പറയുന്നിടത്തും ഇതേപോലെ ഒരു സിമിലാരിറ്റി ഉണ്ട്. അതിനകത്തും സൂയിസൈഡ് നോട്ട്സ് അല്ലെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങൾ, അതുപോലെ തന്നെ അവസാനമായിട്ട് അയാൾ വീട്ടിൽ ചെന്നിട്ടില്ല, മനസ്സിലായല്ലേ, അവരുടെ സപ്പോർട്ട് എത്ര എടുത്തിട്ടുണ്ട്. പോരാത്തന്നെ ഇയാൾ ഇത്രയും ഒരു പൊസിഷൻ ഇരുന്നാൾക്ക് വേണമെങ്കിൽ ഗവൺമെൻറ് സിസ്റ്റം ഇയാൾക്ക് ആത്മഹത്യ ടെൻഡൻസി ഉണ്ടാകുമ്പോൾ അയാൾക്ക് ആത്മഹത്യ തോട്ട്സ് ഉണ്ടാകുമെന്ന് പറയുമ്പോൾ വിളിച്ച് ചോദിക്കാനുള്ള ഒരു ഇത് അയാൾ മനഃപൂർവ്വം വേണ്ടെന്ന് വെച്ചിട്ടുണ്ട്. അതായത് ഇങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ ഇതിപ്പോൾ പെട്ടെന്നുണ്ടാകുന്ന ഇങ്ങനത്തെ കാര്യങ്ങളാണെങ്കിലും എന്താണെങ്കിലും ആത്മഹത്യ ചെയ്യാൻ പേടിയുള്ളവരാണ് അവർ പല ഹെൽപ്പ് എടുക്കാൻ നോക്കും. അവർ പലരും ഇടപെടാൻ നോക്കും, വീട്ടിൽ കയറിയിരിക്കാൻ നോക്കും, വീട്ടിൽ അവരെ സപ്പോർട്ട് ചെയ്യുന്നവരുണ്ടെങ്കിൽ അവർ അങ്ങോട്ട് ഓടിച്ചെല്ലാൻ നോക്കും. പക്ഷേ ഈ ADM-നൊന്നും അങ്ങനെ ചെയ്യാൻ പോലും തോന്നിയില്ല. അപ്പോൾ അതിനകത്തൊക്കെ അങ്ങനെ ഒരു പ്രശ്നമുണ്ട് എപ്പോഴും. നിങ്ങളിത് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഇവരുടെയൊക്കെ പ്രശ്നം എന്താണ്. അപ്പോൾ അതുപോലെ ഇവനും അവൻ്റെ വീട്ടിലാണ് അവൻ നിൽക്കുന്നത്. അവൻ്റെ വീടിൻ്റെ അന്തരീക്ഷം അപ്പോൾ വളരെയധികം മോശമായിട്ടുണ്ട്. അത് ഇതുകൊണ്ട് ഇത്രയും ഈ ഒരു കാരണം കൊണ്ട് ഇത്രയും അങ്ങ് മോശമാക്കാനും പറ്റും, ഇതല്ലാതാക്കാനും പറ്റും, മനസ്സിലായത്. നമുക്ക് രണ്ടും പറ്റും. ഞാൻ ഇതേപോലെ തന്നെ ഇൻസിഡൻസ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടായപ്പോൾ